അത്ഭുതങ്ങളുടെ കലവറയാണ് നമ്മുടെ ജനനിയാകുന്ന ഭൂമി. മനുഷ്യന് ഇതുവരെ ഉരുത്തിരിഞ്ഞെടുക്കാൻ സാധിക്കാത്ത നിഗൂഢതകൾ നിറഞ്ഞ ലോകം. പടിഞ്ഞാറൻ ഓസ്ട്രേലിയൻ തീരത്തെ റിച്ചേർഡ് ആർച്ചിപെലാഗോ ദ്വീപസമൂഹത്തിലെ മിഡിൽ ഐലൻഡിൽ മഹാത്ഭുതമായ ഒരു ജലാശയം സ്ഥിതി ചെയ്യുന്നുണ്ട്. വിമാനത്തിലും മറ്റും അതിന് മുകളിലൂടെ പറന്നുപോകുമ്പോൾ അവിടേക്ക് നോക്കിയാൽ ആരോ ബബിൾഗം ഒട്ടിച്ച് വെച്ചതാണെന്ന് തോന്നും. അതാണ് പിങ്ക് തടാകം. പിങ്ക് തടാകം എന്നറിയപ്പെടുന്ന ലേക്ക് ഹീലിയർ. അത്ഭുതപ്പെടുത്തുന്ന പിങ്ക് തടാകം കാണാനായി നിരവധി സന്ദർശകരാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നും ഇവിടേക്ക് എത്തുന്നത്. 105 ദ്വീപുകൾ ചേരുന്ന റിച്ചേർഡ് ആർച്ചിപെലാഗോ ദ്വീപസമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് മിഡിൽ ഐലൻഡ്. പിങ്ക് തടാകത്തിന്റെ രഹസ്യം തേടി ഗവേഷക ലോകം പഠനം തുടരുകയാണ്. ഈ ചെറിയ തടാകത്തിന്റെ നീളം കേവലം 600 മീറ്റർ മാത്രമാണ്. എന്നാൽ തടാകത്തിലെ പിങ്ക് നിറത്തിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്താൻ ആർക്കും ഇതുവരെയും സാധിച്ചിട്ടില്ല. 1802 ബ്രിട്ടീഷ് സഞ്ചാരിയായ മാത്യു ഫ്ലിൻഡേഴ്സ് ആണ് പിങ്ക് തടാകത്തെ ആദ്യമായി ലോകത്തിന് പരിചയപ്പെടുത്തിയത്. പിന്നീട് ചില ഗവേഷകർ തടാകത്തിന്റെ നിറത്തെക്കുറിച്ച് പഠനം നടത്തിയെങ്കിലും വ്യക്തമായ നിഗമനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. തടാകത്തിലെ ചില ബാക്ടീരിയകളുടെയും ആൽഗകളുടെയും സാന്നിധ്യമാണ് പിങ്ക് നിറത്തിന് കാരണമെന്നാണ് ചിലർ കണ്ടെത്തിയത്. കടൽ ജലത്തേക്കാൾ 7 ഇരട്ടി ഉപ്പുരസമുള്ളതാണ് ഈ തടാകത്തിലെ വെള്ളം. നിറവ്യത്യാസമില്ലാതെ മനുഷ്യന് യാതൊരു ദോഷവും പിങ്ക് തടാകം സൃഷ്ടിക്കുന്നില്ല. എന്നാൽ ഈ തടാകത്തിൽ ഇറങ്ങുന്നതിനോ കുളിക്കുന്നതിനോ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇതുവരെയും കണ്ടെത്തിയിട്ടുമില്ല. ഇവിടെ എത്തുന്ന സഞ്ചാരികളിൽ ചിലർ പിങ്ക് തടാകത്തിലെ വെള്ളം കുപ്പികളിലാക്കി കൊണ്ടുപോകാറുണ്ട്. കൂടാതെ സമീപവാസികൾ ഇവിടെ നിന്നും ഉപ്പും ശേഖരിക്കുന്നുണ്ട്. ജനിതക വൈവിധ്യത്താലും സമ്പന്നമാണ് പിങ്ക് തടാകം. സാധാരണയായി കടലിൽ കണ്ടുവരുന്ന കടൽച്ചെടികളും ചിലയിനം മത്സ്യങ്ങളും ഇതിൽ വളരുന്നു. ഇതിനു പുറമെ കടൽ പക്ഷികളുടെ മുഖ്യ വിഹാര കേന്ദ്രം കൂടിയാണിവിടം. ന്യൂസ് ഡെസ്ക് ADV ന്യൂസ്.